ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 5 ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുകയാണ്. ശാലിനി, ഇപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ വലിയ തകർത്ത പെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ അത്രത്തോളം മഴ ശക്തമാകുന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴ ഉണ്ടാകും. വ്യാപകമായ മഴ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. സുരേഷ്, സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. മറാത്ത്വാഡയ്ക്ക് മുകളിലെ ഒരു ചക്രവാത ചുഴി നിലവിൽ നിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ പാത്തിയുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2 ജില്ലകൾക്ക് ഈ മണിക്കൂറിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് നിൽക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് നൽകിയിരിക്കുകയാണ്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ആയിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 10 മണിയോടുകൂടി വരുന്ന അലർട്ടിൽ ഒരുപക്ഷെ മാറ്റം വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്നാലും തെക്കൻ കേരളവും മധ്യ കേരളത്തിലും വ്യാപകമായ മഴ ലഭിക്കുന്നില്ല ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിശക്തമായതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതോ ആയ മഴയ്ക്ക് ജില്ലകളിൽ സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനമുണ്ട് എങ്കിൽ പോലും രാവിലെ കാര്യമായ മഴ ലഭിക്കുന്നില്ല. കൂടാതെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ കേരള തീരത്തും ഒപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും കള്ളക്കടൽ പ്രതിഭാസം അതിരൂക്ഷമാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ആ മുന്നറിയിപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് അതിശക്തമായ കടൽക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതകൾ കൂടിയുണ്ട്. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറാനും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ ന്യൂനമർദ്ദ പാത്തിയും ഒപ്പം തന്നെ ചക്രവാത ചുഴിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് തന്നെ സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയാണ്. ശക്തമായ കാറ്റിനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ മരങ്ങൾ കടപുഴകി വീഴാനും ഒക്കെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ടായാലും കാലവർഷം ചെറിയ തോതിൽ ശക്തി കുറഞ്ഞു എങ്കിൽ പോലും സംസ്ഥാനത്ത് ന്യൂനമർദ്ദ പാത്തിയുടെയും ചക്രവാത ചുഴിയുടെയും ഒക്കെ തന്നെ പ്രഭാവത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. സുരേഷ്, സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.